ഇലക്ഷൻ്റെ റിസൾട്ട് എല്ലാം വന്നു. NDAക്ക് ശക്തമായ വെല്ലുവിളി ഇന്ത്യ മുന്നണി ഉയർത്തുന്നതാണ് മാധ്യമങ്ങളടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ NDAയിലെ ചില കക്ഷികളെ, അതായത് ഈ ഘടകകക്ഷികളുണ്ടല്ലോ, അവരെ ഈ ഇന്ത്യ മുന്നണി വലവീശി പിടിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശ്രമം നടക്കുമോ? അങ്ങനെ നടന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? അല്ല, ഞാനൊരു കഥ പറയാം. ഗോപാലകൃഷ്ണൻ പെണ്ണ് കണ്ടു, വിവാഹ നിശ്ചയം നടത്തി, മോതിരം കൈമാറി, കല്യാണം കഴിച്ചു. ഭാര്യ മഞ്ജുവിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ തോമാച്ചൻ വന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുക, നീ എൻ്റെ കൂടെ പോരുന്നോന്ന്. അങ്ങനെ ചോദിച്ചാൽ സിനുജി എന്തു പറയും? ചിലപ്പോൾ അടിയായിരിക്കും കൊടുക്കും. വിളിച്ചവനെ കുറിച്ച് എന്തു പറയും? വിളിച്ചവനെ കുറിച്ച് എന്ത് പറയാൻ പറ്റുമോ? പരമചറ്റ എന്ന് പറയും. അതെ അതെ അതെ, അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 291 സീറ്റുകളിൽ BJPയും JDയും TDPയും LJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP ഒക്കെ ചേർന്നുള്ള മുന്നണി മത്സരിച്ചു. അവർ മുന്നണിയാൻ തീരുമാനിച്ചു, പരസ്പരം ധാരണയിലെത്തി. ഈ കല്യാണം കഴിക്കുന്ന പോലെ തന്നെ ഇലക്ഷനിൽ മത്സരിച്ച് 291 സീറ്റ് കിട്ടി. അങ്ങനെ അവർ ഭരണത്തിലേറാനിരിക്കുമ്പോൾ കല്യാണ വീട്ടിൻ്റെ വേലി പൊളിച്ച് നൂണ്ട് കയറി വന്നിട്ട് രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ്, പെണ്ണെ നീ എൻ്റെ കൂടെ പോരുന്നോ? ഇങ്ങനെ അധാർമികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറയുകയാണ്, എന്താണ്, ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്തൊക്കെ ചെയ്യുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി, അവിടെ നിന്ന് SPയോ TMCയോ മമതയുടെ പാർട്ടി അതാണല്ലോ TMC, അല്ല DMKയോ ഏതെങ്കിലും ഒരാളെ BJP ഒന്ന് വിളിക്കാൻ ശ്രമിച്ചാലോ? കുതിരക്കച്ചവടം അല്ലേ, വലിയ കോലാഹലം. അപ്പോൾ ഇത് വൺ വേ ട്രാഫിക്കാണ് ആണല്ലോ. അപ്പോൾ ധാർമ്മികമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, തോറ്റു. 291 സീറ്റുകളോടെ ഒരു മുന്നണി അധികാര തുടർച്ചയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നുള്ള കക്ഷികളെ അടർത്തിയെടുത്ത് കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നവർ എന്ത് ജനാധിപത്യ സന്ദേശമാണ് നൽകുന്നത്? ഇത് പലതവണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട്. ശിവസേന BJPയോടെ മത്സരിച്ചു, ജയിച്ചു വന്നു, അവരെ പിടിച്ചുകൊണ്ട് പോയി. കർണാടകത്തിൽ ജനതാദൾ കുമാരസ്വാമിയുടെ പാർട്ടി, ദേവഗൗഡയുടെ പാർട്ടി BJPയുടെ കൂടെ മത്സരിച്ചു, ജയിച്ചു, MLAമാരെ കിട്ടി. ഭരണത്തിലെത്തുന്നതിന് മുമ്പ് അവരെ വിളിച്ചുകൊണ്ട് കോൺഗ്രസ് പോയി സർക്കാർ ഉണ്ടാക്കി. ആ സർക്കാരാണ് പിന്നെ വീണത്. അതെ, ഇത് എത്രയോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, പ്രതിപക്ഷം ചെയ്യുന്നു. അപ്പോഴൊന്നും ജനാധിപത്യ അപകടത്തിലായിരുന്നില്ല. എന്നാൽ BJP ഏതെങ്കിലും MLAമാരെയോ MPമാരെയോ അവരിങ്ങോട്ട് വരാൻ തയ്യാറായാൽ, അവരെ കൂടെ കൂട്ടിയാൽ അത് ജനാധിപത്യത്തിൻ്റെ അപകടപ്പെടുത്തൽ, ജനാധിപത്യ വിരുദ്ധമായ മാർഗം. ഇതാണ് ഒരു നാരേറ്റീവ്. നോക്കൂ, നമ്മുടെ മലയാള ചാനലുകൾ പറയാണ്, എനിക്ക് സത്യത്തിൽ സഹതാപം പോലും തോന്നി ഇവരോട്. കാരണം ഇന്ത്യ മുന്നണി തോറ്റു, ഭൂരിപക്ഷം കിട്ടിയില്ല. അവർക്ക് ആകെ 233 സീറ്റുകളാണുള്ളത്. 291 സീറ്റുകൾ NDAക്ക് കിട്ടി. ഉറപ്പായിട്ടും ഒരു മുന്നണിയാണല്ലോ. ജയിച്ചു കഴിയുമ്പോൾ, ഭരണം കിട്ടിക്കഴിയുമ്പോൾ ആ മുന്നണിയുടെ നായകനായിരിക്കുന്ന ആൾ പരസ്പരം മറ്റ് നേതാക്കളോട് സംസാരിക്കും. തീർച്ചയായിട്ടും. ഉടനെ വാർത്തയാണ്, മോദി നിതീഷ് കുമാറിനെ വിളിച്ചു, പിന്നെ വിളിക്കണ്ടേ? വിളിക്കാതെ അങ്ങനെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. മോദി ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചു, അത് മോദി പേടിച്ചിട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അവർ ഒരുമിച്ച് മത്സരിച്ച് ജയിച്ചു. ഇനി അടുത്ത കാര്യങ്ങൾ ആലോചിക്കാൻ നമുക്കൊന്ന് ഇരിക്കണ്ടേ, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണ്ടേ എന്ന് പറയാൻ വിളിക്കണ്ടേ? വേണം. പിന്നെ അവൻ്റെ കൈയും കലാശം കാണിച്ചാൽ മതിയോ? ഇതൊക്കെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. ഇതൊക്കെയാണ് ഫോണിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഉടനെ അത് വേറൊരു വിളിച്ചു അങ്ങ് ഊഹിക്കാണ്ടേ, ഇത് വിളിച്ചോ ഇല്ലയോ എന്ന് ഇവർ ഫോൺ റെക്കോർഡ് ജയിച്ചെന്ന് ഒരു അഭിനന്ദനമാണെങ്കിൽ പോലും അല്ല, വിളിച്ചിട്ട് ഇപ്പം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രബാബു നായിഡു അവിടെ മുന്നണിയായിട്ട് നിന്നും അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രിക്ക് വിളിക്കാം. അതെ, അത് മറ്റൊരു വിഷയം. അല്ലെങ്കിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ച് ജയിച്ച് അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന മുന്നണിയുടെ നായകൻ ബാക്കി മുന്നണി അംഗങ്ങളെ വിളിക്കണ്ടേ? വിളിച്ചിട്ടല്ലേ അവർക്ക് എപ്പോൾ മീറ്റിംഗ് കൂടാം, നമുക്ക് എപ്പോൾ ഭാവി കാര്യങ്ങൾ ആലോചിക്കുന്നത്. അതുപോലും മോദി പേടിച്ചിട്ട് വിളിക്കുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്ന ഈ ചാനലുകാരെ തിരണ്ടിവാലിനടിക്കാൻ ഈ നമ്മുടെ നാട്ടിൽ ആളില്ല. ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ ശരിയാണെന്ന് ധരിച്ച് വശായി നടക്കുന്ന ചില വിഡ്ഢി കൂഷ്മാണ്ഡങ്ങളും നമ്മുടെ പ്രേക്ഷക കൂട്ടത്തിലുണ്ട്. മലയാളത്തിൽ എസ്പെഷ്യലി ഈ രോഗം മുഴുവൻ മലയാളത്തിലാണ്. ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക. ഇനി വേറൊന്നുണ്ട്, ഇനി മോദി നിതീഷ് കുമാറിനെ വിളിച്ചത്, ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചത് എങ്ങനെ ഇവർക്കറിയാം? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഹോട്ട് ലൈനാണ്, ആർക്കും ടാപ്പൊന്നും ചെയ്യാൻ പറ്റാത്ത വളരെ സ്പെഷ്യൽ ലൈനാണ്. ഈ ലൈനിൽ പ്രധാനമന്ത്രി ഒരാളെ വിളിച്ചാൽ പ്രശാന്ത് രഘുവംശത്തിന് എങ്ങനെ മനസ്സിലാവും?
വെറുതെ നമുക്ക് ഊഹിക്കാമല്ലോ, ഉറപ്പായിട്ടും വിളിക്കും എന്നുള്ള ഉറപ്പാണ്. അത് വെച്ചിട്ട് ഒരു സ്പെക്കുലേറ്റീവ് സ്റ്റോറി ഉണ്ടാക്കുക. ഇപ്പൊ ഇന്നതിനാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. തേജസ്വി യാദവും നിതീഷ് കുമാറും വിമാനത്തിലിരിക്കുന്ന ചിത്രം വന്നു ഒരുമിച്ച് ഒരു വിമാനത്തിൽ. അവർ ഡൽഹിക്ക് രണ്ടുപേരും 2 മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ ബീഹാറിൽ നിന്ന് ഡൽഹിക്ക് പോവുകയാണ്. വിമാനത്തിൽ അവർ VIP എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരിക്കും പോകുന്നത്. നമ്മളെ പോലെ ഏറ്റവും കുറഞ്ഞ തക്കാളിപ്പെട്ടിയുടെ പുറത്തിനൊന്നുമല്ല നമ്മളൊക്കെ പോകുന്നത്. കാശില്ലല്ലോ, ഏറ്റവും കുറഞ്ഞ ടിക്കറ്റ് നോക്കുകയാണ്. ഇവർ എക്സിക്യൂട്ടീവ് ക്ലാസ് എടുത്ത് VIP വരുമ്പോൾ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും സീറ്റ് കിട്ടുക. അവിടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ വന്നാൽ ഉടൻ പ്രശ്നം. ആഗ്രഹങ്ങളാണ് കേട്ടോ മനസ്സിൽ കിടക്കുന്നത്. BJPക്ക് 291 സീറ്റ് കിട്ടി, സർക്കാർ വരുമെന്ന് ഉറപ്പ്. എങ്ങാനും വരാതിരുന്നാലോ എന്നുള്ള സ്വപ്നമാണ്. ആലോചിച്ച് ഇങ്ങനെ ഓരോ വാർത്തകൾ ഉണ്ടാക്കുകയാണ്. എത്ര അധാർമികമായ കാര്യമാണ്. ഇനി നമുക്ക് വേറെ നോക്കാം. NDAക്ക് എത്ര? 291 സീറ്റ്. BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റ്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏതാണ്ട് 80കൾക്ക് ശേഷം ഒരു പാർട്ടി 3ാം വർഷം തുടർച്ചയായി ഇത്ര വലിയ സീറ്റ് കിട്ടുന്നത്. 30ഓളം പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. 30ഓളം പാർട്ടികളുടെ കൂട്ടത്തിൽ അവരുടെയൊക്കെ ഭിക്ഷ വാങ്ങുന്ന സീറ്റും വാങ്ങി മത്സരിച്ചിട്ടും കോൺഗ്രസിന് 99 സീറ്റേ കിട്ടിയുള്ളൂ. 30ഓളം പാർട്ടികൾ ഒന്നിച്ച് നിന്നിട്ടും BJPക്ക് ഒറ്റയ്ക്ക് 240 സീറ്റ് കിട്ടി. BJPക്ക് ഒറ്റയ്ക്ക് കിട്ടിയ സീറ്റ് ഈ 30 പാർട്ടികൾ ചേർന്നിട്ട് കിട്ടിയിട്ടില്ല, 233 സീറ്റ്. അപ്പോൾ BJPക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി. പക്ഷേ BJP നേടിയിരിക്കുന്ന വിജയം ഇപ്പോഴും ഒരു മൈറ്റി വിക്ടറിയാണ്. തർക്കമുണ്ടോ? കോൺഗ്രസിന് 99, BJPക്ക് 240. ഇന്ത്യ മുന്നണിക്ക് 30 പാർട്ടികളുടെ മുന്നണിക്ക് 233. 8 പാർട്ടിയെ കഷ്ടിച്ചുള്ള ഇന്ത്യ മുന്നണിക്ക് 291. ആരാ ജയിച്ചു നിൽക്കുന്നത്? പിന്നെ ഇനി ലോജിക്കലി എങ്ങനെ വന്നാലും 240 ഉള്ള പാർട്ടിയാണല്ലോ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. 99 കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നിയമപ്രകാരം ചെയ്യേണ്ട എന്താ? ഏറ്റവും കൂടുതൽ MP-മാരുള്ള പാർട്ടിയെ പ്രധാനമന്ത്രി ആകാൻ ക്ഷണിക്കും. അപ്പോൾ എങ്ങനെ ഇവരെ എന്തൊക്കെ തലകുത്തി പറഞ്ഞാലും പ്രധാനമന്ത്രി ആയി നരേന്ദ്രമോദി വരുന്നതിനെ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതായത് BJP എന്ന പാർട്ടിയെ അല്ലാതെ മറ്റു പാർട്ടിയെ വിളിക്കാനില്ല. കാരണം BJPക്ക് 240 സീറ്റുണ്ട്. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിക്ക് 99 സീറ്റേ ഉള്ളൂ. എങ്ങനെ വിളിക്കും? ഇവർ ബാക്കിയുള്ളവരൊക്കെ കൂട്ടി ഒരു മുന്നണി ഉണ്ടാക്കിയാലും എങ്ങനെ വിളിക്കും? ഇനി അടുത്ത പ്രശ്നമുണ്ട്. ഇതിന് ബാക്കിയുള്ളവരെ കൂട്ടി മുന്നണി ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഈ പ്രശാന്ത് രഘുവംശമോ കുരുവംശത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്? ചന്ദ്രബാബു നായിഡു അങ്ങോട്ട് പോകും. എത്ര സീറ്റുണ്ട് ചന്ദ്രബാബു നായിഡുവിന്? 16 സീറ്റ്. ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാർ പോവും. എത്ര സീറ്റുണ്ട്? 12 സീറ്റ്. 12ഉം 16ഉം 28 സീറ്റ്. BJPക്ക് NDA മുന്നണിക്ക് 60 MP-മാർ കൂടുതലുണ്ട് ഇന്ത്യയേക്കാൾ. 28 പോയാൽ പിന്നെ ഉണ്ടല്ലോ 32 ഇല്ലേ? പിന്നെ ആര് പോവും? LJP പോവോ? ചിരാഗിൻ്റെ പാർട്ടി, റാം വിലാസ് പാസ്വാന്റെ പോട്ടെ, തല്ലിക്കൊന്നാൻ പോവില്ല. അത്രയ്ക്കും മോദി ലോയലിസ്റ്റുകളാണ് അവർ. മാത്രമല്ല നിതീഷിൻ്റെ ശത്രുക്കളുമാണ്. നിതീഷും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള വൈരം വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് നിതീഷ് അങ്ങോട്ട് പോയാൽ ഒരു കാരണവശവും പോവാതെ ഉറച്ചു നിൽക്കുന്ന ആളായിരിക്കും പാസ്വാൻ. ഇനി നോക്കൂ, പിന്നെ ഷിൻഡെയുടെ പാർട്ടി ശിവസേന 7 സീറ്റ് ഉണ്ട്. NCP അജിത് പവാറിന് 1 സീറ്റുണ്ട്. അപ്പം ചന്ദ്രബാബു നായിഡും ഈ മറ്റേ ഇയാളുടെ വരുന്ന നിതീഷും പോയാലും BJP സർക്കാർ പിന്നെയും ഭൂരിപക്ഷം കൊണ്ട് 40ഓളം സീറ്റുകൾ. പിന്നെ എന്ത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് ഈ പാർട്ടികൾ കാണുന്നത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, അതിനകത്ത് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇന്നലെ തന്നെ കണ്ടില്ലേ മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ 240, 250 ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഞങ്ങൾ മുന്നിലെത്തി. നമ്മുടെ മാധ്യമ പ്രവർത്തകരെ മാറുകയാണ്. ഞങ്ങൾ ജയിച്ചു, ഒരു നിമിഷമെങ്കിലും മോദി പുറകിൽ പോയല്ലോ, ഞങ്ങൾ മുന്നിലെത്തി എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്ന ഇത് മാധ്യമ പ്രവർത്തകർ വാർത്തയുടെ ഭാഗമാകുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു പക്ഷത്തിൻ്റെ ഭാഗമാകുന്നത് ശരിയല്ല. നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നമ്മളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ തീർച്ചയായും BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിനെ ഫേവർ ചെയ്തിട്ടുണ്ട് ABC പലപ്പോഴും. കാരണം നമ്മുടെ ഈ രാജ്യം വലിയ തോതിലുള്ള കുതിച്ചുകയറ്റത്തിലേക്ക് പോകൊണ്ടിരിക്കുക. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് 3ാമത്തെയും 4ാമത്തെയൊക്കെ ആയി അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ മാറുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ IMFും ലോകബാങ്കും ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്. ഇന്ത്യ വലിയ കുതിപ്പിലാണ്. ലോകത്ത് ഇന്ത്യക്ക് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്ത് വികസനത്തിൻ്റെ വലിയ മാറ്റം ഉണ്ടാകുന്നു. വലിയ ഹൈവേകൾ, പാലങ്ങൾ, റോഡുകളൊക്കെ
ഉണ്ടാവുന്നു, രാജ്യത്ത് ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഭക്ഷ്യധാന്യത്തിന് മുട്ടില്ല, അങ്ങനെ എല്ലാ സമസ്ത മേഖലകളിലും പുരോഗതി ഉണ്ടായ ഒരു കാലാവസ്ഥയാണ്. അതിന് കാരണം കഴിഞ്ഞ 10 വർഷവും സ്റ്റേബിളായ സ്ഥിരതയുള്ള ഒരു സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട. അപ്പം ഈ ഇന്ത്യ മുന്നണി വന്നാൽ ആര് പ്രധാനമന്ത്രിയാകും എന്നതുപോലും തർക്കവിഷയമാണ്. രാഹുൽ ഗാന്ധി ആകുമോ, അതോ മമതയാകുമോ, അതോ സ്റ്റാലിനാകുമോ? ഇങ്ങനെ അല്ലെങ്കിൽ 5 വർഷം 5 പ്രധാനമന്ത്രിമാരുണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ഇനിപ്പോയാൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ മാറുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ അതിവേഗം ബഹുദൂരം പിറകോട്ട് പോകും. ഇന്ത്യ ഒരു വലിയ കുതിപ്പിൻ്റെ മുന്നത്താണ്. ഇപ്പോഴത്തെ കൂപ്പ് കുത്തിപ്പോകും. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്താവട്ടെ, എക്കണോമിയുടെ കാലത്താവട്ടെ, ഇൻ്റർനാഷണൽ സ്റ്റാറ്റസിൻ്റെ കാര്യത്തിലാവട്ടെ, എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയെ പിറകോട്ടടിക്കാനേ ഈ തട്ടിക്കൂട്ട് മുന്നണി സഹായിക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് നമ്മുടെ ഒരു എഡിറ്റോറിയൽ പോളിസി സ്റ്റേബിൾ ഗവൺമെൻറ് കൊടുക്കാൻ കഴിയുന്ന പാർട്ടി അധികാരത്തിൽ വരട്ടെ എന്ന് തന്നെയായിരുന്നു. അത് നിലവിൽ മോദി ആയതുകൊണ്ട് നമ്മൾ മോദിയെ ഫേവർ ചെയ്തു. ഇതാണ് അവസ്ഥ. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളുകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ വാർത്താ പ്രഹസനം വളരെ വളരെ അപഹാസ്യമാണ്. ഇനി അതല്ല, അവർ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി മറ്റേ ഗോപാലകൃഷ്ണൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യനെ വൈകിട്ട് അടിച്ചു മാറ്റാൻ നോക്കുന്നതുപോലെയുള്ള നടപടി നടക്കുന്നുണ്ടെങ്കിൽ അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജുഗുപ്സാപകമായ ഒരു കാര്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആരെന്തൊക്കെ ചെയ്താലും 8-ാം തീയതി നരേന്ദ്രമോദി ഇന്ത്യയുടെ 3ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കും. അപ്പോൾ ഉള്ള ഘടകകക്ഷികൾ കൂടെ നിൽക്കുകയും ചെയ്യും. കാരണം ഇപ്പോൾ ആന്ധ്രയിൽ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് എന്താ വേണ്ടത്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം. മാത്രമല്ല ആന്ധ്രയ്ക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റലിൻ്റെ പ്രശ്നമുണ്ട്. അമരാവതി സംസ്ഥാനമാകുക, ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പുള്ള 100% ഉറപ്പുള്ള ആളുടെ കൂടെ നിന്നാൽ ഇതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ചന്ദ്രബാബു നായിഡുവും വളരെ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആളാണ്. വർഷം തോറും സർക്കാർ മാറുന്ന ഒരു സർക്കാരിൻ്റെ ഭാഗമായി നിന്നിട്ട് എന്ത് കിട്ടാനാ? ഇനി മറ്റൊന്നുകൂടിയുണ്ട്, നമുക്ക് വേറെ ചില കണക്കുകൂടിയുണ്ട്. ഈ ഒരാഴ്ച വിതിനൊരു 10 days 10 ദിവസത്തിനുള്ളിൽ ഞാൻ വിശ്വസിക്കുന്നു NDA മുന്നണിയുടെ ഇപ്പോഴത്തെ ഫിഗർ 291 എന്നത് ഒരു 10 ദിവസത്തിനുള്ളിൽ 300-ന് മുകളിലെത്തും. 320 സീറ്റുകളിലേക്ക് NDA മുന്നണി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് സിമ്പിളായിട്ടൊന്ന് ആലോചിക്കാം. നമ്മുടെ നവീൻ പട്നായിക്കിന് കുറച്ച് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ആ സീറ്റുകൾ അത് ഉറപ്പായിട്ടും BJP കിട്ടും. ജഗൻ്റെ പാർട്ടിക്കും മുട്ടയൊന്നുമല്ല കിട്ടിയിരിക്കുന്നത്. എക്കാലത്തും മോദിയെ സഹായിച്ചിട്ടുള്ള പാർട്ടിയാണ്. 4 സീറ്റുകളുണ്ട്. മോദിയുടെ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്നതിൽ ഒരു സംശയമില്ല. ഇവരെക്കാളൊക്കെ വലിയ കൊലകൊമ്പന്മാരായ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ അമിത്ഷായ്ക്കും നദ്ദയ്ക്കും ഒക്കെ കഴിയുന്ന ഒരു കപ്പാസിറ്റിയൊന്നും ഇന്ത്യ മുന്നണിക്കില്ല എന്ന് എല്ലാവരും കണ്ടതാണ്. ഏതായാലും നമുക്ക് 8-ാം തീയതി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ നടക്കും എന്ന് തന്നെയാണ് ഉറപ്പിക്കാവുന്നത്. പ്രതീക്ഷയല്ല, ഉറപ്പിക്കാവുന്നത്. അതുവരെ ഈ മാധ്യമ വിലാപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും.